ഗൈസ്, ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് കേട്ടോ. രാവിലെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് നമ്മുടെ ബേസിനൊന്ന് ചെളിവെള്ളം നിറച്ച് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെക്കണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിംബ്രൂവിനെ നോക്കിയപ്പോഴത്തേനാണെങ്കിലും അവൻ ഭയങ്കര ജാടിയിലിരിക്കുകയാണ്. കാരണം അവനൊരു മൈൻഡില്ല, ഇപ്പോൾ തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഒന്ന് മീനൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം ഞാൻ രാവിലത്തെ കഴിച്ചു കേട്ടോ. രാവിലെ ദോശയും കിഴങ്ങറിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തോട്ട് താഴോട്ട് ഇറങ്ങി പോകാൻ കേട്ടോ. ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണാടിയൊക്കെ അത് പോകുന്നുണ്ടെങ്കിൽ അമ്മ പറയണ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞാൽ വീഴുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മണി പ്ലാന്റ് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പണ്ടൊന്നും എനിക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും അതിന് ഞാൻ അവിടെ നിന്ന് പറിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിളയിൽ നിന്നല്ല കേട്ടോ, അപ്പുറത്തെ വിളയിൽ നിന്ന് എടുത്തതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ 2 ചെടിച്ചട്ടി നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ ഒരു 3 മാസത്തിന് മുന്നേ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിനകത്ത് വഴുതനങ്ങയായിരുന്നു കേട്ടോ. ഇതിന് 1-ന് 60 രൂപയായിരുന്നു കേട്ടോ വില. കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നി മേടിച്ചതാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നോട്ടക്കുറവ് മൂലം അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിനകത്തോട്ട് ഇതിനെ സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അങ്ങനെ സംഭവം അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ ചെയ്യാൻ അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ചൊക്കെ ഇഷ്ടം ഇതിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറേ മണി പ്ലാന്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ അതെല്ലാം കൂടെ ഞാനിത് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ട് അപ്പോഴത്തേനും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. ചോറും മീൻകറിയും തലയാണ് കേട്ടോ വെച്ച് കഴിക്കുന്നത്. അത് മാത്രമേ ഇന്ന് കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഇഞ്ചി മിഠായിയുടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിച്ചു. പിന്നെ ഒരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചിട്ട് കുളിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോൾ എണ്ണ തേക്കുന്നെങ്കിലും ചൂടാക്കിയിട്ടാണ് കേട്ടോ തേക്കാറുള്ളത്. ശരിക്കും ഞാൻ കാച്ചിയ എണ്ണയാണ് കേട്ടോ തേക്കുന്നത്. പക്ഷേ എണ്ണ തീർന്നിരിക്കുന്ന കാരണം എന്തായാലും വെളിച്ചെണ്ണയാണ് കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ എടുത്ത് നല്ലോണം തലയിലങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ തലയിൽ എണ്ണയ്ക്കുന്നെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല ബെനിഫിറ്റാണ് കേട്ടോ. ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ തന്നെ കണ്ടതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എപ്പോൾ എണ്ണ തേച്ചാലും നല്ല ചൂടാക്കിയിട്ടാണ് കേട്ടോ തേക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ നല്ലോണം ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഒന്ന് മസാജോട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവും. എനിക്ക് ഒരുപാട് യൂസായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച മാത്രമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമയം കിട്ടാറുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് എടുത്ത് സെറ്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് വൈകിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ഞാനിതാ പോയിട്ട് ഒരു ഗ്ലാസ് പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായയൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഞാൻ അതേ കുടിക്കുള്ളൂ, അല്ലാത്ത പാലിൽ കുടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് ഇനി എൻ്റെ പപ്പിക്കുട്ടികളോട് കുറച്ച് നേരം കളിക്കും കേട്ടോ. അവനല്ലാതെ എനിക്ക് വേറൊരാളും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ ജഗ്ഗു കേട്ടോ. ഞങ്ങൾ ജഗ്ഗു എന്നാണ് അവളെ വിളിക്കാറ്. പിന്നെ ഇത് കുറേ കുഞ്ഞു കുഞ്ഞു പൂച്ചകളും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അവളായിട്ട് കുറേ നേരം കളിച്ചും രസിച്ചൊക്കെ ഇരിക്കും കേട്ടോ. ഭയങ്കര പാവമാണ്, നമ്മളെ ജീവനാണ് കേട്ടോ. ഇവളുടെ കഥ പറയാനാണെങ്കിൽ ഇവളെ ഞങ്ങൾക്ക് റോഡിൽ നിന്ന് കിട്ടതാണ് കേട്ടോ. കിട്ടിയപ്പോൾ സമയം തൊട്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളാണ് കേട്ടോ അവൾക്ക് ജീവൻ. ഞങ്ങളില്ലാതെ അവൾക്കൊരു ലോകവും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് കുറച്ചുകൂടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണുന്നവരെ ടാറ്റ.